ഹലോ ഗൈസ്, ആയ മാനസി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LBS 2026 PSC നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാ ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാ കുട്ടികളും നിർബന്ധമായും ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാം. നമുക്കറിയാം, ഇപ്പോൾ LBSൽ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻഡെക്സ് മാർക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ LBSുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് തിരുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് തിരുത്താൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ LBSനെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം LBSനെ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്നുള്ളത് അവരോട് സംസാരിച്ച് ആ മിസ്റ്റേക്കെല്ലാം തന്നെ തിരുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം, ഇനി വരാനുള്ളതെന്ന് പറയുന്നത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അലോട്ട്മെൻറ്റ്സ്, ഇതിൻ്റെ ഇടയിൽ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഇനി ഇതിൻ്റെ എല്ലാം ഡേറ്റുകൾ പറയാം. നമുക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അഥവാ ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1-ാം തീയതിയാണ്. സെപ്റ്റംബർ 1-ാം തീയതി 5 മണിക്ക്, വൈകിട്ട് 5 മണിക്കാണ് ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ട്രയൽ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമുക്കതൊന്നും തിരുത്താൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇപ്പം തന്നെ മിസ്റ്റേക്ക് ഉള്ളവരെല്ലാം കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ട്രയൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1-ആണ്. അപ്പോൾ ഈ ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഉടൻ തന്നെ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആ ഒരു റാങ്ക് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉള്ളതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് കുറച്ച് താഴത്തേക്ക് പോകാനോ അത് അല്ലെങ്കിൽ തന്നെ കുറച്ച് മുകളിലോട്ട് കയറി വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രയൽ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. ഫൈനൽ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് എന്താണോ അതായിരിക്കും നിങ്ങളുടെ ഈ വർഷത്തെ LBSൽ നിങ്ങൾ പരിഗണിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ ഒരു മാർക്കിൻ്റെയും റാങ്കിൻ്റെയും ബേസിലായിരിക്കണം. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയും ഏത് മാർക്കാണ് ലാസ്റ്റ് കയറിയിരിക്കുന്നതെന്ന് വെച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചാനലിലുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ വീഡിയോ എല്ലാവരും തന്നെ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കോളേജുകളെല്ലാം തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ഓർഡറിൽ മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുറത്തൊരു സീറ്റ് കൂടെ ബുക്ക് ചെയ്തിട്ടിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പുറത്തുള്ള സീറ്റ് ഫില്ലാവുകയും ഈ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.